മാവേലിക്കരയിൽ ഒരു ബുദ്ധവിഗ്രഹമുണ്ട്. ഈ ബുദ്ധവിഗ്രഹവും 2023 തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ വിഗ്രഹം കണ്ടെടുത്ത് സംരക്ഷിച്ചതിന്റെ ശതാബ്ദി വർഷമാണ് 2023. കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ബുദ്ധബന്ധവുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകൾ പല അവസരങ്ങളിലും കണ്ടെടുത്തിട്ടുണ്ട്. ശിരസും ഉടലും ഒക്കെ അറ്റവ, പൂർണ്ണ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഇതൊക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നവയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മാവേലിക്കരയിലുള്ള ബുദ്ധവിഗ്രഹം. കേരളത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ബുദ്ധപ്രതിമകളിൽ സർവലക്ഷണ സംയുക്തമായ ഒന്നാണ് മാവേലിക്കരയിലേത് എന്നാണ് ചരിത്രകാരന്മാർക്കിടയിൽ ജനസമിതി നേടിയ ഒരു വസ്തുത. യോഗാസനസ്ഥ രൂപത്തിലുള്ളതാണ് ഈ വിഗ്രഹം. ജ്വാല, ഉഷ്ണീഷം എന്നിവയും വ്യക്തമാണ്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ബൗദ്ധ പാരമ്പര്യത്തിന് ഇണങ്ങുന്ന വിധം നിർമ്മിച്ചിട്ടുള്ള ഒരു ചൈത്യ ഗൃഹമുണ്ട്. ആ ഗൃഹത്തിലാണ് ബൗദ്ധ വിഗ്രഹം പ്രതിഷ്ഠിച്ച് സംരക്ഷിച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ വിഗ്രഹം കണ്ടിയൂരിനടുത്തുള്ള തോട്ടുകടവിൽ കമിഴ്ന്നു കിടക്കുന്ന രൂപത്തിലാണ് അത്രേ കണ്ടെത്തിയത്. അക്കാലത്ത് അതിന്മേൽ ആ പ്രദേശത്തുള്ള സ്ത്രീകളൊക്കെ തുണി അലക്കുക പതിവായിരുന്നു. തുണി അലക്കാൻ ഉപയോഗിക്കുന്ന കല്ലായിട്ട് ഈ വിഗ്രഹം ഉപയോഗിക്കുമായിരുന്നു അത്രേ. മാവേലിക്കരയിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു ആണ്ടപ്പിള്ള. അദ്ദേഹത്തിന്റെ കണ്ടിയൂരുള്ള ഭവനത്തിൽ പതിവ് സൗഹൃദ സന്ദർശനത്തിന് എത്തിയ ചട്ടമ്പി സ്വാമികൾ ഏതൊക്കെയോ പ്രത്യേകതകളോടെ ഇത്തരത്തിൽ തോട്ടുവക്കൽ കണ്ട ഒരു കരിങ്കല്ലിനെ പറ്റിയുള്ള വിവരങ്ങൾ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു. അതേപ്പറ്റി കേട്ടറിഞ്ഞ ചട്ടമ്പി സ്വാമികളാണ് കല്ലിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തി. നാട്ടുകാരുടെ സഹായത്തോടെ അദ്ദേഹം ഈ കരിങ്കല്ല് തിരിച്ചിട്ടത്രേ. അപ്പോഴാണ് അതൊരു വിഗ്രഹമായിരുന്നു എന്ന് ആ പ്രദേശത്തുള്ളവർക്കും മനസ്സിലാക്കാനായത്. തുടർന്ന് ചട്ടമ്പി സ്വാമികൾ പുരാവസ്തു വകുപ്പിന്റെ ചുമതലയുള്ള ടി മാധവറാവുവിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് അത് സംരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതിന്റെ ആലോചനകളിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. ദിവാൻ രാഘവ അയ്യയും ഈ നീക്കത്തെ പിന്തുണച്ചിരുന്നു. ഇതിനകം തഹസീൽദാർ ഈ വിവരങ്ങൾ ഫയലിലാക്കി അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻപിലുള്ള ദേവസ്വം വക ഭൂമി, ആ ഭൂമിയാണ് ഇതിനായി കണ്ടെത്തിയത്. മാവേലിക്കര കൊട്ടാരത്തിലെ ഉദയവർമ്മ രാജയ്ക്ക് റീജന്റ് റാണി വക ഒരു നീട്ട് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു. സ്ഥാനനിർണയം നടത്തുന്നതിനെ പറ്റിയും പഗോഡ നിർമ്മിക്കുന്നതിനെ പറ്റിയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ നീട്ട്. അതിനാവശ്യമായ ചിലവുകൾ ട്രഷറിയിൽ നിന്ന് നൽകുന്നതിന് ഏർപ്പാടാക്കി എന്നതിനെ പറ്റിയുമായിരുന്നു അറിയിപ്പിന്റെ ഉള്ളടക്കം. അതനുസരിച്ച് മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നാണ് വിഗ്രഹം സംരക്ഷിച്ച് സൂക്ഷിക്കുന്നതിന് ആവശ്യമായ മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ബൗദ്ധ പാരമ്പര്യത്തിന് ഇണങ്ങുന്ന വാസ്തുവിദ്യകളോടെയാണ് ഈ പഗോഡ നിർമ്മിച്ചിട്ടുള്ളത്. രാജാ രവിവർമ്മയുടെ മകൻ ആർട്ടിസ്റ്റ് രാമവർമ്മ രാജയായിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ 1923 പുരാവസ്തു വകുപ്പിന്റെ മറ്റു മുൻകൈയോടെ മാവേലിക്കരയിൽ ആ വിഗ്രഹം സ്ഥാപിച്ചത്. അതോടെ ക്ഷേത്രത്തിനു മുന്നിലെ ആൽമരച്ചുവടും കവലയും ഉൾപ്പെടുന്ന ആ ഭാഗം ബുദ്ധ ജംഗ്ഷൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. പീഠം ഉൾപ്പെടെ 3 അടിയോളം ഉയരമുണ്ട് ഈ വിഗ്രഹത്തിന്. മധ്യ തിരുവിതാംകൂറിൽ മാവേലിക്കര കൂടാതെ പള്ളിക്കൽ, അതായത് ഭരണിക്കാവ്, മരുതൂർ കുളങ്ങര, കരുനാഗപ്പള്ളിയില്, കരുമാടി, കുട്ടനാട് ഇവിടങ്ങളിൽ നിന്നും ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ബുദ്ധവിഗ്രഹം കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയത്തിൽ പ്രത്യേക മണ്ഡപം നിർമ്മിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരു കാലത്ത് വളരെയധികം ശക്തമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒന്നാണ് ബുദ്ധമതം. ബുദ്ധമതത്തിന് ശക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് മധ്യ തിരുവിതാംകൂർ എന്നൊരു നിരീക്ഷണം, എന്നൊരു വിലയിരുത്തലുണ്ട്. ഓണാട്ടുകരയിലെ ആനപ്പുറത്ത് എഴുന്നള്ളത്തും കെട്ടുകാഴ്ചകളും വെടിക്കെട്ടും ഒക്കെ ബൗദ്ധ ശേഷിപ്പുകളായാണ് ചില ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. എന്തൊക്കെയായാലും പഴയ സംസ്കാരങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നതും അത് സംരക്ഷിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നത് എക്കാലത്തും നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.